ഡോക്ടർ, പിന്നെ നമ്മുടെ ഈ സ്ത്രീകളുടെ ഈ മാനസിക സമ്മർദ്ദവും പിന്നെ ഈ ഹോർമോണൽ ഇംബാലൻസ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും ബന്ധമുണ്ട്. അത് രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുക. ഇപ്പം അതായത് നമുക്ക് നല്ല ഒരു മെൻ്റൽ സ്റ്റേജ് അല്ലെങ്കിൽ, അതായത് എപ്പോഴും സ്ട്രെസ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ മൈൻഡ് ഒട്ടും സ്റ്റേബിൾ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഹോർമോൺസ് പ്രശ്നത്തിലോട്ട് പോകും. അത് നമ്മൾക്ക് ഓരോ അസുഖങ്ങളായിട്ട് ഇതുപോലെ പ്രശ്നങ്ങളായിട്ട് വരാം. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഹോർമോൺസ് എന്തെങ്കിലും തകരാറിലാണെങ്കിൽ അതിപ്പം മാനസികമായിട്ട് വരണമെന്നില്ല, സ്ട്രെസ് കൊണ്ട് വരണമെന്നില്ല, ഭക്ഷണത്തിൽ കൂടെ ആവാം, അല്ലെങ്കിൽ നമ്മളുടെ മറ്റ് ജീവിതശൈലികളിലൂടെ ആവാം. എന്തെങ്കിലും നമുക്ക് ശരീരത്തിനൊരു ഇഷ്യൂസൊക്കെ വരികയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഇതുപോലെ ക്രമം തെറ്റിയുള്ള ആർത്തം അല്ലെങ്കിൽ ഓവർ ബ്ലീഡിങ് ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ടെൻഷനും വരും. അപ്പം അങ്ങനെ വന്നാൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ ഉണ്ടെങ്കിലും ഈ പ്രശ്നം വരും. അതുകൊണ്ട് അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. ഓക്കെ ഡോക്ടർ, പിന്നെ നമ്മൾ ഈ സ്ത്രീകൾ ജീവിതശൈലി രോഗങ്ങൾ തടയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്? പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഭക്ഷണ രീതി കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൂടുതലും നാരുകൾ അടങ്ങിയിട്ടുള്ള ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ജങ്ക് ഫുഡ്സ്, അതുപോലെ ഡ്രിങ്ക്സ്, മറ്റു കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക. ഈ എന്ത് കഴിക്കുന്നതും അത് ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം മാക്സിമം എല്ലാവരും ലേറ്റ് നൈറ്റ് ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ 12 മണി 1 മണിക്കൊക്കെ ആയിരിക്കും എണീറ്റ് പോയി പുറത്തു പോയി ഭക്ഷണമൊക്കെ കഴിക്കുന്ന അങ്ങനത്തെ ഒരു കൾച്ചറാണ് ഇപ്പോൾ വരുന്നത്. പക്ഷെ അതെല്ലാം നമ്മളുടെ ബോഡിയെ നല്ല രീതിയിൽ ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ്. ഇപ്പോൾ രാവിലെ നമ്മൾ നേരത്തെ എണീക്കുക, അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോഴും നേരത്തെ ഉറങ്ങാൻ പോവുക, നേരത്തെ എണീക്കുക. ഇത് രണ്ടും കൃത്യമായിട്ട് ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി വ്യത്യാസങ്ങൾ നമ്മളുടെ ബോഡി വരും. മൂന്നാമതായിട്ടെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള എക്സസൈസ്. അതിപ്പം ഒരു 10 മിനിറ്റ് ആണല്ലോ, അരമണിക്കൂറാണല്ലോ, നമുക്ക് എല്ലാവർക്കും 10 മിനിറ്റെങ്കിലും അറ്റ്ലീസ്റ്റ് എക്സസൈസ് ചെയ്യാനുള്ള സമയം കിട്ടും. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള എക്സസൈസ്, ഈവൻ നടക്കാനെങ്കിലും പോവുക, മറ്റൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും. പിന്നെ ചെയ്യേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക. ദിവസം ഒരു 3-4 ലിറ്റർ വെള്ളം കുടിക്കുക. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ജോലി സ്ഥലത്തൊക്കെ പോകുമ്പോൾ അവർക്ക് ഈ യൂറിൻ പാസ് ചെയ്യാനുള്ള ആ ഒരു മടി കാരണം ഒരു വെള്ളം കൂടി മാക്സിമം ഒഴിവാക്കും. അപ്പോൾ അത് ഏറ്റവും വലിയ അപകടമാണ്. ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ടൈം മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ സ്ക്രീൻ ടൈം കൂടുന്ന അനുസരിച്ചിട്ട് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. ഈ പറയുന്ന എക്സസൈസ് ചെയ്യണമെങ്കിലോ എല്ലാം നമ്മൾ സമയമില്ല എന്നൊരു പ്രശ്നമാണ് പറയുന്നത്. അപ്പോൾ സ്ക്രീൻ ടൈം കുറയുകയാണെങ്കിൽ തന്നെ നമുക്ക് കുറേ സമയം അങ്ങനെ കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ, പിന്നെ നന്നായിട്ട് ഉറങ്ങുക. ഉറക്കവും മസ്റ്റായിട്ട് വേണം. ഇപ്പം നേരത്തെ പോയി കിടക്കുക എന്നുള്ളതിലല്ല, നേരത്തെ പോയി കിടന്ന് ഉറങ്ങണം. പിന്നെ മാക്സിമം നമ്മൾ സ്ട്രെസ്സൊന്നും നമ്മളുടെ തലയിൽ കയറ്റി വെക്കാതിരിക്കുക മാക്സിമം. അഥവാ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഹോബീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ചിലപ്പം വായിക്കാനായിരിക്കും, അല്ലെങ്കിൽ നല്ല മ്യൂസിക് കേൾക്കാനായിരിക്കും, ഒന്നുമല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോവോ, അങ്ങനെ നമ്മുടെ മനസ്സിന് കുറച്ച് എന്താണോ സന്തോഷം തരുന്നത് ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ യോഗ, മെഡിറ്റേഷൻ, അതുപോലുള്ള പ്രാണായാമ, ഇതൊക്കെ നമ്മളുടെ മനസ്സിന് നല്ല രീതിയിൽ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഈ നമ്മളുടെ ജോലിയുടെ സ്ട്രെസ്സ്, വീട്ടിലെ സ്ട്രെസ്സ്, ഇതൊക്കെ നമുക്ക് ചിലപ്പം മാനേജ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, നമ്മളുടെ മനസ്സിന് സന്തോഷം തരുന്ന കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്ട്രെസ്സ് തനിയെ കുറഞ്ഞു വരും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ ഡോക്ടർ, പിന്നെ നമുക്ക് ഈ യങ് ജനറേഷനാണ് ഇതുപോലത്തെ ജീവിതശൈലി രോഗങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാമോ? എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന്? ഇത് ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഭക്ഷണവും അതുപോലുള്ള ഉറക്കവും ക്രമം തെറ്റിയുള്ള ഒരു ജീവിത രീതികളും പ്രോപ്പറായിട്ടുള്ള അവരുടെ ഒരു ശരിയല്ലാത്ത രീതിയിലുള്ള ജീവിത രീതി കൊണ്ട് തന്നെ വരുന്നത്. അതായത് സമയത്തിനൊന്നും ഉറങ്ങത്തില്ല, ലേറ്റ് നൈറ്റ് ഒരുപാട് രാത്രി വരെ ഉറങ്ങാതിരുന്ന് ഫോണും നോക്കിയിരിക്കുന്ന അങ്ങനെയുള്ള പ്രവണതയൊക്കെ കുട്ടികളിൽ കൂടുതലായിട്ടുണ്ട്.
പിന്നെ വേറൊരു പെൺകുട്ടികളിലൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ മെൻസ്ട്രേഷൻ ടൈമിൽ, അതായത് പീരിയഡ്സ് ടൈമിൽ അവർ പണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഒരു റെസ്റ്റ് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഒരു 4-5 ദിവസമൊക്കെ അവരെ മാറ്റിയിരുത്തുക. ഇത് ഭയങ്കര കോൺട്രവേഴ്സി ഉള്ള ഒരു സബ്ജക്റ്റാണ്. പക്ഷെ അന്ന് അവർ ചെയ്തിരുന്നത് ഈ ഒരു സമയത്ത് അവർക്കൊരു റെസ്റ്റ് വേണം. അതുകൊണ്ട് അന്ന് അവർ അങ്ങനെ ചെയ്തിരുന്ന, പക്ഷെ അങ്ങനെ ചെയ്യണം എന്നല്ല പറയുന്നത്. ഈ സമയത്തെങ്കിലും അവർ കുറച്ച് കാര്യങ്ങൾ, അതായത് നമുക്ക് ഹെവി ആയിട്ടുള്ള പല കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് നമ്മളുടെ ബോഡിക്ക് അധികം സ്ട്രെയിൻ ഇല്ലാത്ത രീതിയിൽ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം തന്നെ ജോലിക്കൊക്കെ പോകുന്ന ചെറിയ പെൺകുട്ടികൾ അവർ ചിലപ്പോൾ രാവിലെ ഈ ഒരു സമയമാണെങ്കിൽ പോലും, അതായത് മെൻസ്ട്രേഷൻ ആണെങ്കിൽ പോലും അവർ രാവിലെ ചിലപ്പോൾ ഭക്ഷണം പോലും കഴിക്കാതെ ആയിരിക്കും. സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് ഇപ്പോൾ യൂറിൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ബാത്റൂമിൽ പോകാനുള്ള മടി കൊണ്ട് അവർ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കില്ല. ആ സമയത്തൊക്കെ നല്ല രീതിയിലുള്ള ഇൻഫെക്ഷന് ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു റെസ്റ്റ് കിട്ടുന്നില്ല. പിന്നെ അവർക്ക് എന്തെങ്കിലും എക്സാംസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ ഈ സമയത്ത് തന്നെ നല്ല സ്ട്രെസ്സും ഉണ്ടാവും. ഇതൊക്കെ അവരുടെ ഹോർമോണിനെ ബാധിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ചുമ്മാ എടുത്ത് കഴിക്കുകയും ചെയ്യും. ഈ സമയത്ത് അവർക്ക് ആ ഒരു ഇതെങ്ങനെ മാനേജ് ചെയ്യണം അവർക്ക് അറിയില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ പാരൻസ് ആണെങ്കിലും കൂടെ ഉള്ളവരാണെങ്കിലും അവർ ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ അവർക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇപ്പോൾ അവരെ കൊണ്ട് മാക്സിമം അവർക്കൊരു റെസ്റ്റ് കിട്ടുന്ന രീതി, ഇപ്പം ജോലി സ്ഥലത്താണെങ്കിലും അവർക്ക് നല്ല ഹെവി ആയിട്ടുള്ള ജോലിയൊക്കെ എടുക്കേണ്ട ടൈം ആണെങ്കിൽ അവർക്കൊരു വർക്ക് പ്രഷറൊന്നും കൊടുക്കാതെ അവരെ മാക്സിമം ഒരു റിലാക്സ്ഡ് ആയിട്ട് ഈ ഒരു കുറച്ച് ദിവസം അവരെ ഒന്ന് ഫ്രീ ആയിട്ട് ഇരുത്തുന്നത് അവരുടെ ഫ്യൂച്ചറിനും വളരെ നല്ലതായിരിക്കും. എന്നുവെച്ചാൽ ഈ ഒരു ഹോർമോൺ ഇംബാലൻസ് വരുന്ന വഴി സംടൈംസ് അവർക്കൊരു ഇൻഫെർട്ടിലിറ്റിയിലോട്ടോ അല്ലെങ്കിൽ PCOS, PCOD അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലേക്കോ വിസിറ്റിലോട്ടൊക്കെ പോകാൻ, ചിലപ്പോൾ ഡിപ്രഷനിലോട്ട് വരെ പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മെൻസ്ട്രേഷനിലെ പീരീഡ്സ് ടൈമിൽ അവർക്ക് കൂടെ ഉള്ളവരും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നതും നല്ലതായിരിക്കും. അവരും എനിക്ക് പ്രശ്നമൊന്നും ഇല്ല എന്നും പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞ് ആ രീതിയിൽ നമ്മളുടെ ബോഡിക്ക് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കാതിരിക്കുകയും വേണം. മനസ്സിലായി. ഡോക്ടർ, നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങൾ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് സിദ്ധ സിസ്റ്റത്തിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? സിദ്ധ സിസ്റ്റത്തിൽ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇതുപോലുള്ള ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ നമ്മളുടെ ശരീരത്തിൽ ത്രിദോഷങ്ങൾ, അതായത് വാതപിത്ത കഫം ഒരു സന്തുലിതാവസ്ഥയിലിരിക്കുക. ഈ ഒരു സന്തുലിതാവസ്ഥ അത് മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ട്, നമ്മളുടെ ശരിയായിട്ടുള്ള ജീവിതം ജീവിക്കാതെ വരുമ്പോഴാണ്. അതിൽ ആ ജീവിതശൈലിയിൽ ഉണ്ടാവുന്ന തെറ്റുകൾ കൊണ്ട് അതുപോലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ ഇതിനെ നമ്മൾ ആദ്യം തന്നെ കറക്റ്റ് ചെയ്യുന്നു. ആദ്യം തന്നെ നമുക്ക് ജീവിതശൈലി കറക്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നേരത്തെ പറഞ്ഞല്ലോ. കൂടാതെ നമ്മൾ ഇതുപോലെ പ്രോപ്പറായിട്ടുള്ള എക്സസൈസ്, പ്രോപ്പറായിട്ടുള്ള ഭക്ഷണം, പ്രോപ്പറായിട്ടുള്ള ഉറക്കം, പ്രോപ്പറായിട്ടുള്ള വെള്ളം കുടിക്കുക, അതെല്ലാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്നിട്ടും നമ്മളിൽ ഉദ്ദേശിച്ച ഒരു ഫലം കിട്ടുന്നില്ല. അതായത് നമ്മളുടെ ഇപ്പോൾ എക്സാമ്പിളായിട്ടൊരു PCOD എടുക്കുകയാണെങ്കിൽ തന്നെ അവരുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഒരു ആർത്തവം, അതായത് മെൻസ്ട്രേഷൻ വരുന്നില്ല എന്നുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെ ഇത്രയൊക്കെ അവർ ചെയ്തിട്ടും അങ്ങനെ അവരുടെ ഒരു ശരീരത്തിന് നല്ല ഒരു ചേഞ്ച് വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് ഒരു മെഡിസിനൊക്കെ വെച്ച് നമുക്ക് ആ ഒരു കാര്യം കറക്റ്റ് ചെയ്യാൻ പറ്റും. ചില കാര്യങ്ങൾ നമുക്ക് ഈ ജീവിതശൈലി മാറ്റുന്നതുകൊണ്ട് മാത്രം പറ്റണമെന്നില്ല. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് മെഡിക്കേഷനും അതുപോലെ ഒബിസിറ്റി ഒക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ ട്രീറ്റ്മെൻറ്റും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും മെഡിക്കേഷൻസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? അതായത് നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ എത്ര ടൈം നമ്മൾ എടുക്കേണ്ടി വരും? പ്രധാനമായിട്ട് ഇതിൽ നമുക്ക് കുറച്ച് ലോങ് ഡ്യൂറേഷൻ തന്നെ മെഡിസിൻസ് എടുക്കേണ്ടി വരും. അതായത് നമ്മൾ അങ്ങനെ ഒരു പെട്ടെന്ന് വരുന്ന ഒരു അസുഖം അല്ലാത്തത് കൊണ്ട് അത് മാറാനും അതുപോലെ തന്നെ സമയമെടുക്കും. നമ്മളൊരു 3 to 6 months വരെയെങ്കിലും മെഡിസിൻസ് പ്രോപ്പറായിട്ട് എടുക്കേണ്ടി വരും. അഥവാ മെഡിസിനിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ മാക്സിമം നമ്മൾ മെഡിസിനിലോട്ട് പോവാതെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ജീവിതശൈലിയിൽ തന്നെ മാറ്റം വരുത്തിക്കൊണ്ട് തന്നെ അത് മാറ്റാനാണ് ശ്രമിക്കേണ്ടത്. അഥവാ മെഡിസിനിലോട്ട്
മെഡിസിനിലോട്ട് പോകേണ്ട ഒരു അവസ്ഥ ആ ഒരു ആൾക്ക് അല്ലെ ആ ഒരു പ്രകൃതി അല്ലെ ആ ഒരു ശരീരത്തിനുണ്ടെങ്കിലും മാത്രം നമ്മൾ മെഡിസിനിലോട്ട് പോയാൽ മതി. അത് പക്ഷെ കൃത്യമായിട്ടുള്ള മെഡിക്കേഷൻ ആയിരിക്കണം നമ്മൾ എടുക്കുകയും ചെയ്യേണ്ടത്. ഓക്കെ ഡോക്ടർ.